2010 സ്പെയിൻ കപ്പടിച്ചപ്പോൾ ആ ടീമിൽ നോക്കി ഓരോ ആൾക്കാരും ലീഡേഴ്സായിരുന്നു. ആയിരുന്നു, ശരിയാണ്. അതാ ഇനിയസ്ത തുടങ്ങിയ തലമുറയുടെ അതെ, പലരും ലീഡേഴ്സാണ്, എല്ലാം ലെജൻസ് ആണ് എല്ലാവരും. ആ ലീഡേഴ്സിൻ്റെ ഒരു അഭാവം, ഒരു ലീഡറെങ്കിലും മതി, പക്ഷേ ഒന്നിലേറെ ലീഡേഴ്സ് വരണം എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ പല കളിക്കാരെയും നമ്മൾ അണ്ടർ-17 വേൾഡ് കപ്പിൽ ഇവിടെ കൊച്ചിയിൽ കണ്ടതാണ്. അണ്ടർ-17 വേൾഡ് കപ്പിൽ കൊച്ചിയിൽ കളിച്ച പിന്നീട് ആ ലോകകപ്പിൽ അവർ മുന്നോട്ടധികം പോയില്ലെങ്കിൽ പോലും അവർ വളർന്നു. അപ്പം അതും ആ പ്രായത്തിൽ അവരുടെ ബിഗ് സ്റ്റേജാണത്. അതിൽ നിന്ന് കയറി വന്ന ആളുകളാണ്. പിന്നെ ലോകത്തെ ഏറ്റവും മികച്ച സ്പാനിഷ് ലീഗിൽ കളിക്കുന്ന ആൾക്കാർ പലതുണ്ട്, മറ്റു ലീഗുകളിലും കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടേതായ ഒരു പെർഫോമൻസ് ലെവൽ അവരെങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ. പിന്നെ കോച്ചിന്, ഇങ്ങനത്തെ ഒരു ടീമാകുമ്പോൾ കോച്ചിന് വലിയ റോളുണ്ട്. കാരണം കോച്ച് എത്രത്തോളം പൊതുജനങ്ങളോട്, മീഡിയയോട് സംസാരിക്കുന്നുള്ളതല്ല, കോച്ച് കളിക്കാരോട് എങ്ങനെ സംസാരിക്കുന്നു, അവരെ ഈ ചെറുപ്പക്കാരെ ഒരു 8 മാച്ച് കൊണ്ട് ഫൈനലായല്ലോ. അപ്പോൾ 8 മാച്ച് കൊണ്ട് എങ്ങനെ വളർത്തിയെടുക്കുന്നു ഈ ഒരു പിതാവ് എന്നുള്ള മട്ടിൽ പുള്ളി എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്.